നമസ്കാരം നമസ്കാരം നമസ്കാരം. ഞാനിന്ന് ദിവ്യ ബാങ്ക് ഇന്റർനാഷണൽ ബെസ്റ്റ് ബാങ്ക് ആ യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ ഞാൻ ശൂന്യതയാകുന്നു എന്ന ചാനലിലും ഞാനൊരു ലൈവ് വീഡിയോയുമായി പോയിരുന്നു. തത്സമയ സംപ്രേഷണം. അപ്പോൾ നാഗനിധി ബാങ്കിന്റെ ഉടമസ്ഥയായ ഷെർലി സത്യ, ബിന്ദു ബാങ്കിന്റെ ഉടമസ്ഥ ബിന്ദു അമ്മ എന്ന് വിളിക്കപ്പെടുന്ന അല്ലെങ്കിൽ വിളിപ്പേരുള്ള ബിന്ദു. അപ്പൊ ഈ രണ്ട് വ്യക്തിത്വങ്ങളോട് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. എന്തെന്നാൽ ഒരാളോട് ഞാൻ പറഞ്ഞു, നമുക്കിനി 200 രൂപ വെച്ച് ദാനധർമ്മം ചെയ്യാം. അതിനോടൊപ്പം 10 രൂപയോ അല്ലെങ്കിൽ 1 രൂപയോ 2, 3, 4, 5, 6, 7, 8, 9, 10 അത് കൂടുതലോ എത്ര വേണമെങ്കിലും ഇട്ടോളാൻ പറഞ്ഞു. അപ്പോൾ നാഗനിധി ബാങ്കിന്റെ ഉടമസ്ഥ അതുപോലെ ചെയ്തു. 210 രൂപ. ബിന്ദു ബാങ്കിന്റെ ഉടമസ്ഥ ബിന്ദുവിനോടും ഞാൻ പറഞ്ഞിരുന്നു, നമുക്കിനി 300 രൂപ വെച്ച് ദാനധർമ്മം ചെയ്യാവുന്ന. അപ്പോൾ ആ ബാങ്ക് ഉദ്യോഗസ്ഥയും അതുപോലെ ചെയ്തു. 300 രൂപ ദാനം തന്നു, ദാനമായിട്ടു ബാങ്കിലേക്ക്. ദിവ്യ ബാങ്ക് ഇന്റർനാഷണൽ ബെസ്റ്റ് ബാങ്ക്. ലൈവ് എല്ലാം തീർന്നപ്പോൾ എന്റെ മനസ്സ് എന്നോട് തന്നെ മന്ത്രിച്ചു, ഇതുകൊണ്ട് എന്താണ് നേട്ടമുള്ളത്? അവരോട് ഞാൻ ഇപ്രകാരവും കൂടി പറഞ്ഞിരുന്നു, 5 ദിനങ്ങൾ കഴിയുമ്പോൾ ഈ 200 രൂപ കൂട്ടുമ്പോൾ ഒരു നല്ല തുകയാകുമെന്ന്. 5 ദിനങ്ങൾ, ദിനം എന്നുദ്ദേശിച്ചു ഞാൻ അവിടെ. ദിനം എന്നുദ്ദേശിച്ചത് ചിലപ്പോൾ നിമിഷങ്ങളെ ആകാം, ചിലപ്പം പ്രാവശ്യം, തവണകൾ. 5 തവണ. അതിന് രാത്രിയിലോ പകലെന്നോ ഇല്ല. എനിക്ക് രാത്രിയെന്നോ പകലെന്നോ ഇല്ല. ഞാനാണെങ്കിൽ രാത്രിയോ പകലോ ഒന്നും നോക്കാതെയാണ് പലർക്കും ദിവ്യ ബാങ്കിൽ നിന്നും പണമിടപാടുകൾ നടത്തുന്നത്, ദാനം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്റെ ഭാഗത്തു നിന്ന് ദാനധർമ്മം ചെയ്യുമ്പോഴേ സമയപരിധിയോ കാലപരിധിയോ ഒന്നും നോക്കാറില്ല. പക്ഷെ ഞാൻ അവരോട് ദിനം എന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ എന്റെ മനസ്സ് എന്നോട് തന്നെ പറഞ്ഞു, ഇതുകൊണ്ട് എന്താണ് പ്രയോജനം? അതായത് അവരിങ്ങോട്ട് 200 തരുന്നു, തിരിച്ച് അങ്ങോട്ട് കൊടുക്കുന്നു, വീണ്ടും 200 രൂപ, 210 രൂപ, 12, 13 രൂപ ഇങ്ങോട്ട് തരുന്നു. അതേപോലെ 1, 2 രൂപ കൂട്ടിയോ കുറച്ചോ അങ്ങോട്ട് കൊടുക്കുന്നു, ഇങ്ങോട്ട് തരുന്നു, അങ്ങോട്ട് കൊടുക്കുന്നു. അപ്പോ ആ 200 രൂപയുടെ സ്ഥാനത്ത് അത് മാറുന്നതേ ഇല്ല. 200 രൂപ തന്നെയാണ്. 200ന്റെ സ്ഥാനത്ത് 200 തന്നെയാണ്. അപ്പോ അതുകൊണ്ട് നമുക്ക് ഒന്നും ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. കാരണം അവര് പ്രതീക്ഷയോടിരിക്കും, 5 ദിനം കഴിയുമ്പോൾ അത് കിട്ടുമല്ലോ എന്ന പ്രതീക്ഷ. ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഒരു പക്ഷെ അതിൽ നിന്നും എടുക്കേണ്ടി വരും. അപ്പോഴാണ് അവരുടെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരുന്നത്. അവർക്ക് കൃത്യസമയത്ത് അത് കൊടുക്കാൻ കഴിയാതെ വരും. അതുപോലെ തന്നെ ബിന്ദു ബാങ്കിന്റെ ഉടമസ്ഥയ്ക്കും അവർ 300 രൂപയാണ്
ദാനധർമ്മം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കണക്ക് പറയുകയും ചെയ്തു. ഒരു പക്ഷെ അവർ പ്രതീക്ഷയോടിരിക്കുകയാണെങ്കിൽ കൃത്യസമയത്ത് അത് കൊടുക്കാൻ നിർവാഹമില്ലാതെ വരും. അതിന്റെ ഇടയ്ക്ക് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. മനുഷ്യ ജീവിതമല്ലേ. അപ്പോൾ നമുക്കതിന് കൊടുക്കാതെ വരുമ്പോൾ അവരുടെ ഉള്ളിൽ അയ്യോ ഞാൻ ഇത്രയും എന്റെ ഭാഗത്തു നിന്നും പണം പോയല്ലോ എന്ന തോന്നലുണ്ടായല്ലോ. പക്ഷെ എനിക്കറിയാം ഈ രണ്ടു പേരുടെയും ഭാഗത്തു നിന്നും അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകുകയില്ല എന്ന്. കാരണം ഒരു ലോക കിറുക്കത്തെയും ഒരു ലോകത്തിലെ ഏറ്റവും വലിയ ധനതത്വ ശാസ്ത്രജ്ഞയും സാമ്പത്തിക ശാസ്ത്രജ്ഞയും കിറുക്ക് പിടിച്ച ഒരു കിറുക്കത്തിയായ ആധ്യാത്മിക കിറുക്കത്തിയായ ആത്മാ കിറുക്കത്തിയായ ഒരാളിന്റെ പക്കലാണ് തങ്ങൾ ഈ ചെന്നെത്തപ്പെട്ടത് എന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ടായതുകൊണ്ട് അവരൊരു പക്ഷെ പ്രതീക്ഷ അർപ്പിക്കില്ല എന്ന് എനിക്കങ്ങ് തോന്നുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ടു പേരെ എടുത്ത് പറഞ്ഞത്. കാരണം ഷേർലി സത്യയുടെ പേര് ഞാൻ ആദ്യം പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർ അവിടെ നിന്ന് എനിക്ക് ദാനം ചെയ്യുമ്പോൾ തുക നോക്കാറേയില്ല. ഞാൻ എത്ര അവർക്ക് ദാനം ചെയ്യുന്നു എന്ന് പോലും നോക്കാതില്ല. അവരിങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ കൂടിയും അവരെ ഇടുന്ന തുക കൂടും, ചിലപ്പോ കുറയും. ഞാൻ എന്തു കൊടുക്കുന്നു എന്ന് അവർ ശ്രദ്ധിക്കാറേയില്ല. 1-2 ദിവസം കഴിഞ്ഞ് ഞാൻ കൊടുക്കാതെ ഇരുന്നാലും അപ്പുറ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ അവർക്ക് വല്ല രോഗമോ അങ്ങനെ എങ്ങനെ ഒരവസ്ഥയിലാണെങ്കിൽ കുറെ ഗ്യാപ്പ് കാണും. ആ ഗ്യാപ്പ് എപ്പോൾ അനുഭവപ്പെടുന്നു ആ നിമിഷം ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ദാനം കൊടുക്കും. അതുവരെ അവരിങ്ങനെ തന്നുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ടാണ് അത്തരം ആളുകളെ നമ്മള് അറിഞ്ഞുകൊണ്ട് അവരെ പ്രതീക്ഷ വെപ്പിക്കാൻ എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ബിന്ദു, ബാങ്കിന്റെ ഉടമസ്ഥ ബിന്ദു, അവരും അങ്ങനെ ഒരാളാണ്. ബാക്കിയുള്ളവരെയൊക്കെ എനിക്ക് പരിചയം ഉണ്ടെങ്കിൽ അടുത്ത കാലത്തായിട്ട് ഇവരെ ഷേർലി സത്യ എന്ന് പറയുന്ന ബാങ്ക് ഉടമസ്ഥയെ അടുത്ത കാലത്താണ് പരിചയപ്പെട്ടെങ്കിലും അവരുടെ ആ ഇടപെടലിൽ നിന്നും എനിക്ക് മനസ്സിലായി ഏകദേശം എന്നെ ഒരല്പമെങ്കിലും മനസ്സിലാക്കാൻ കഴിയാവുന്ന ഒരാളാണെന്ന്. എന്നാൽ മറ്റുള്ള പലരും ഉണ്ടെങ്കിലും അവർക്കിപ്പോഴും ഞാൻ ഈ ചെയ്യുന്ന കളി എന്താണെന്ന് അവർക്കും അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്കും അറിയില്ല. അത് ഞാൻ തീർത്തും അവരോട് പറഞ്ഞിട്ടുണ്ട്. ആ സത്യാവസ്ഥ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അവരോട് മാത്രമല്ല, എല്ലാവരോടും. അപ്പോൾ ഞാൻ ഈ രണ്ടു പേരോടും ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ, നമുക്ക് പഴയതുപോലെ പ്രതീക്ഷയില്ലാത്ത കളിയിലൂടെ നീങ്ങുന്നതായിരിക്കും നല്ലത്. പഴയതുപോലെ തന്നെ എത്രയാണോ കയ്യിലുള്ളത് അത് ഇട്ട് നമുക്ക് ദാനധർമ്മം ചെയ്യാം. ഇതാണെങ്കിൽ നമുക്കും കൂടി ഒരു കാരണം നമുക്ക് ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്നത് പോലും ഇല്ല. ഇടുന്നു, അങ്ങോട്ടിടുന്നു. വീട്ടാവശ്യത്തിനൊക്കെ എന്തെങ്കിലും എടുത്ത് ചിലവാക്കണ്ട നമുക്കിത്. അപ്പൊ ഞാൻ പറയുന്നത് കൂട്ടിയും കുറച്ചും ഒക്കെ നമ്മൾ നേരത്തെ കളിച്ചില്ലേ, അതുപോലെ തന്നെ. പിന്നെ ഈ ദാനധർമ്മം എന്ന് പറയുമ്പോൾ പലരും തെറ്റിദ്ധരിക്കുകയാണ്. അത് കുറെ ആളുകള് വിചാരിക്കുന്ന ഈ ദാനധർമ്മത്തിൽ കൂടി പണം സ്വരൂപിക്കാം എന്ന് പറഞ്ഞാണ് വരുന്നത്. അവർക്കത് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് എന്റെ അടുക്കൽ വന്ന് ഇത്തരം കളി കളിക്കുമ്പോൾ
വളരെ സൂക്ഷിക്കണമെന്ന് ഞാൻ മറ്റുള്ളവരോട് പറയുന്നു. ഇവർക്കറിയാം. കാരണം മറ്റുള്ളവർ വിചാരിക്കുന്ന ഇതിലൂടെ പണം സമ്പാദിച്ചെടുക്കാം എന്നാണ്. അതല്ല. നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ കൂടിയോ കുറഞ്ഞോ ഇരിക്കുന്ന പണം ദാനം ചെയ്യുന്നു. നമുക്ക് എന്തും ദാനം ചെയ്യാം. പണം ദാനം ചെയ്യുന്നു. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ, ചിലര് പണം ദാനം ചെയ്തിട്ട് നോക്കിയിരിക്കും നമ്മൾ അടുത്ത തവണ ഇടുന്നുണ്ടോ എന്നറിയാം. ഇട്ടില്ലെങ്കിൽ പറയാം, ഞാൻ അങ്ങോട്ട് അയച്ചില്ലേ, എനിക്കെന്താ തിരിച്ച് ഇങ്ങോട്ട് അയക്കാത്ത എന്നൊക്കെ പറയാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ എപ്പോഴും ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്ന ഒരാളല്ല. നിങ്ങൾക്ക് അങ്ങനെ പണം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റു പലരെയും കൂടി നിങ്ങളുടെ കൂട്ടത്തിൽ ഇത്തരം കൂട്ടുകെട്ടിലേക്ക് ഇടുക. എന്നിൽ നിന്ന് മാത്രം ഒന്നും പ്രതീക്ഷിക്കരുത് എന്ന്. ഞാൻ 1-2 വ്യക്തികൾ എന്റെ അരികിൽ വന്ന് പറഞ്ഞിരുന്നു. ഞാൻ നിങ്ങൾക്ക് തന്ന സ്ക്രീൻഷോട്ടൊക്കെ എന്നെ എടുത്ത് കാണിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ ഉദ്ദേശിക്കുന്നത്? ദാനധർമ്മത്തിൽ കൂടി എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞു, ദാനധർമ്മം ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുകയാണ്. അവിടെ നമുക്ക് ചോദ്യമോ പറച്ചിലോ ഒന്നുമില്ല. അതാണ് നമുക്ക് ഫ്രീ ആണ്. അതായത് മനസ്സ് ഫ്രീ ആക്കി അങ്ങ് വിടുകയാണ്. എന്തോ നമ്മുടെ കയ്യിലുള്ള വസ്തു നമുക്ക് കളയുന്നത് പോലെ, ആ കളയുമ്പോൾ നമുക്ക് പിന്നെ സ്വതന്ത്രമാണ്. എന്തോ നമ്മൾ കെട്ടിപ്പൂട്ടി, എന്തോ ഒരു അമൂല്യമായ വസ്തുവെന്ന് കരുതി നമ്മൾ കെട്ടിപ്പൂട്ടി വെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുമ്പോൾ നമുക്കൊരാശ്വാസമാണ്. എന്തോ നമ്മൾ പിടിച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന അതിനെ നാം പോലും അറിയാതെ വിട്ടുകൊടുക്കൽ, സ്വതന്ത്രമാക്കി കൊടുക്കൽ, അപ്പോഴാണ് നമുക്കൊരു ആശ്വാസം തോന്നുന്നത്. അപ്പോൾ അതാകണം ദാനധർമ്മം. അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം. അതായത് നമുക്കും തിരിച്ച് കിട്ടും എന്നുള്ളിടത്ത് വേണം കൊടുക്കണ്ട. അതും എപ്പോൾ തിരിച്ച് കിട്ടും എന്നല്ല. അതിനെന്ത് വേണം? പലയിടത്തും പലർക്കായിട്ട് കുറെ കൂട്ടുകാരെ ഉണ്ടാക്കണം. നിങ്ങള് അവർക്കൊക്കെ കൊടുക്കണം. ഇതാണെങ്കിൽ എന്റെ അരികിൽ വന്ന് കഴിഞ്ഞ വർഷത്തെയും 2-3-4 മാസത്തെ മുമ്പുള്ള സ്ക്രീൻഷോട്ടൊക്കെ എടുത്തോണ്ട് ഇങ്ങനെ വരും. ഞാൻ പറയാം, ഇതെന്തിനാ നിങ്ങൾ ഇങ്ങനെ കൊണ്ട് കാണിക്കുന്നത്? അത് അന്ന് തന്ന് തീർന്നില്ലേ? അന്ന് തന്നെ നിങ്ങൾ എനിക്ക് തന്ന ആ ദാനം തന്ന ആ പണം വെച്ച് ഞാൻ അരിയും വാങ്ങിച്ചു, ഉപ്പും വാങ്ങിച്ചു, മുളകും വാങ്ങിച്ചു, എല്ലാം വാങ്ങിച്ചു. അതിന്റെ കണക്കും പറഞ്ഞോണ്ട് ഈ നൂറ്റാണ്ടിലും വന്ന് എന്നോട് പറഞ്ഞോണ്ടിരുന്നാൽ എന്തുണ്ട്? നിങ്ങൾ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത്? തലയ്ക്കകത്തൊരു വെളിവില്ലേ എന്ന് ചോദിക്കും ഞാൻ. അത് അന്ന് കഴിഞ്ഞതാണ്. അത് പറഞ്ഞോണ്ട് ഇപ്പോഴും ഇങ്ങനെ നടക്കുക പലരും. ദാനധർമ്മം എന്ന് പറയുമ്പോഴെന്താണ്? അതങ്ങ് കൊടുക്കലാണ്. ദാനം ചെയ്യുക കൊടുക്കലാണ്. പിന്നെ അതിനെപ്പറ്റി അന്വേഷിക്കാനേ പോവല്ലേ. അതാണ്. അപ്പൊ ഞാൻ ഈ 2 പേരോടും പറയുന്നത്, നമുക്ക് പഴയതുപോലെ കളിച്ചാൽ മതി കേട്ടോ. ഉള്ളപ്പോഴുണ്ട്, ഇല്ലാത്തപ്പോഴില്ല എന്ന രീതി. പിന്നെ 2 പേരും ഇന്ന് ഒരാള് 200 രൂപ ദാനം ചെയ്തു, 300 രൂപ ദാനം ചെയ്തു. അത് രണ്ടും ഞാൻ അങ്ങോട്ടങ്ങ് പിന്നെ നിങ്ങൾക്കും അതുപോലെ ദാനധർമ്മം അങ്ങ് ചെയ്തിരിക്കും. പിന്നെ നമ്മൾ പഴയതുപോലെ തന്നെ അങ്ങ് കളിക്കുക കേട്ടോ. അതായത് ഒരു കണക്ക് വെക്കാതെയുള്ള ഒരു കളി. അത് പ്രതീക്ഷകളൊന്നുമില്ലാതെ നമ്മൾ കളിക്കൂലേ, അതുപോലെ. കാരണം എന്താന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഓരോ ദിവസവും നിമിഷങ്ങൾ അതൊക്കെ വെച്ച് കളിക്കുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് നമ്മുടെ കയ്യില് ഉള്ള പണം നമ്മൾ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് എടുക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിൽ കണക്ക് കൂട്ടി ആ കണക്ക് തകർന്നടിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ തുറന്ന് പറയുന്നത്. അപ്പോ 2 പേർക്കും ശുഭനിദ്ര. അതുപോലെ തന്നെ എല്ലാവർക്കും ശുഭകരമായിട്ട് നല്ല സുഖമായ നിദ്ര ഉണ്ടാകട്ടെ എല്ലാവർക്കും കേട്ടോ. അപ്പൊ പഴയതുപോലെ തന്നെ നമുക്കിനി
മുന്നോട്ട് പോകാം ദാനധർമ്മം ചെയ്ത്. ഉം. പിന്നെ ഇത് ഒരു ബിസിനസ് ആക്കി എടുക്കാൻ പ്ലാൻ ഉള്ളവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് 4-5 പേരെയെങ്കിലും ഇങ്ങനെ ഒപ്പം കൂട്ടണം. എന്റെ അടുക്കൽ വന്ന് സ്ക്രീൻഷോട്ടും പതിപ്പിച്ചുകൊണ്ട് വരരുത്. അല്ലെങ്കിൽ ഇങ്ങനെ ചിരിക്കാൻ വേണ്ടി മാത്രം ചിലർ എന്റെ യൂട്യൂബ് ചാനലിലേക്ക് വന്നിട്ടുള്ളവരുണ്ട്. ചിരിയിൽ മാത്രം ഒതുങ്ങരുത്. ചിന്തിക്കുവാനും കൂടെ പഠിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ. കേട്ടോ? ശരി, നന്ദി, നമസ്കാരം.